ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ട് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെയിൻറ് യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളുടെ കുറേ കൊച്ചു കൂട്ടുകാരുണ്ട്, അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് കൂട്ടുകാർ നമ്മളോടൊന്ന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കൊന്ന് ഹായ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹായ് അനുഷിത, ഹായ് നിത, ഹായ് അലമീൻ, ഹായ് ഷിഫ. അപ്പോൾ ഇത്രയും കൂട്ടുകാരാണ് നമ്മളോട് ഇന്ന് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബോട്ടിലാട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാർ ചെയ്ത് അയച്ചത്, അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരി നമുക്ക് അയച്ചു തന്നിട്ടുള്ള ബോട്ടിലാട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും അയക്കണമെങ്കിൽ എൻ്റെ FB ID-യിലോ അല്ലെങ്കിൽ എൻ്റെ Instagram ID-യിലോ അയക്കാം കേട്ടോ, അല്ലെങ്കിൽ Gmail ID-യിലോ അയക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ കാണിച്ച കൂട്ടുകാർക്ക് അയച്ചെന്നതൊക്കെ പറയുമ്പോഴല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ്, അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാം. നമ്മളൊരു ബോട്ടിൽ എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. ബോട്ടിൽ ക്ലീൻ ആക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ഓഫ് ടേപ്പാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ടേപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ചുറ്റി കൊടുക്കാം. ഓക്കെ, കുറച്ച് കട്ടി കുറഞ്ഞ ടേപ്പാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് പേപ്പർ ടേപ്പ് ഉണ്ടല്ലോ, മാസ്കിംഗ് ടേപ്പ് എന്ന് പറയുന്ന ടേപ്പ്, അതുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഭയങ്കര വീതി കൂടിയ മാസ്കിംഗ് ടേപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതെ ഈ സെല്ലോ ടേപ്പ് പോലത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനത്തെ ടേപ്പ് ആയാലും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ടേപ്പ് ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് സുഖമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുക, അതായത് വൈറ്റ് പേപ്പർ പോലെ വരുന്നില്ല, ആ ടേപ്പ് ഒട്ടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇതൊന്നുമില്ല, ഇഷ്ടമുള്ള ഏതാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും തുണിയായാലും അവിടെ ഒന്ന് ചുറ്റി കെട്ടി വെച്ചാലും അങ്ങനെ ആയാലും മതി. ഓക്കെ, നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ആ ഒരു ഭാഗം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളുടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ടേപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പീസ് ഓഫ് തുണി എടുത്ത് നന്നായി ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചില്ലേ അതുപോലെ തന്നെ ഓരോ തുണി എടുത്ത് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ റിബൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്ത് നന്നായിട്ട് കെട്ടി കൊടുക്കുക. എയർ ഉള്ളിലോട്ട് കടക്കാത്ത വിധത്തിൽ കെട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാമല്ലോ. ഈ ഒരു ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒട്ടിക്കാനായിട്ട്. എന്താണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ബോട്ടിലിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചെറുതായി വരുന്നതല്ലേ, അപ്പോൾ ആ ഭാഗത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, പക്ഷേ അത് നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ ഇതുപോലെയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെയിൻറ്റ് ബ്രഷിൽ ഗ്ലൂ എടുക്കുക. നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഗ്ലൂ. പിന്നെ നമ്മൾ ഒട്ടിച്ച ആ ടേപ്പുമ്മലൊക്കെ ഗ്ലൂ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗത്തും നല്ല തിക്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് ഇത് നമ്മുടെ സ്കൂൾ ഗ്ലൂവോ ഫെവിക്കോളോ ഒക്കെ യൂസ് ചെയ്യാം. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, അതാണ് നമുക്കിത് വർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഗ്ലൂകളും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഗ്ലിറ്റർ നമ്മൾ ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ താഴെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്ക് ഈ ഗ്ലിറ്റർ നമുക്ക് ഇനിയും റീയൂസ് ചെയ്യാൻ പറ്റും, താഴെ വീഴുന്നതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ ആയിട്ട് ഒട്ടിയിട്ടില്ല തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആ താഴെയുള്ള ഗ്ലിറ്ററിൽ നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ നന്നായിട്ട് ഒട്ടിക്കൊള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒട്ടാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഒന്നും കൂടെ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടോ ഒക്കെ നമ്മളൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവണം. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെക്കണം, ഒരുപാട് ഉണങ്ങണ്ട. എന്നിട്ട് നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്റ്റിക്കർ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, സെല്ലോ ടൈപ്പ് പോലത്തെ സാധനം വെച്ചതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ച് പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് എവിടെയാണെന്ന് അറിയാനും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ പിന്ന് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മാസ്കിംഗ് ടേപ്പ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. മാസ്കിംഗ് ടേപ്പ് ആണെങ്കിൽ ആ വൈറ്റ് കളർ നമുക്ക് എവിടെയാണെന്ന് കാണാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് അതങ്ങ് പറിച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും.
അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്കർമാൻ തട്ടാതെ ബാക്കിയുള്ള സ്റ്റിക്കർ ഒഴിച്ചുള്ള ഭാഗങ്ങളിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ടേപ്പ് നമുക്ക് ഗ്ലൂ ഉള്ളത് വേറൊരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേപ്പിൻ്റെ ഭാഗം അല്ലാത്ത ഭാഗങ്ങളുണ്ട്, ടേപ്പ് ഒട്ടിച്ചതല്ലാത്ത ഭാഗത്ത് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്ലിറ്ററും സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് ഗ്ലിറ്ററേ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ ഇതുപോലെ എടുക്കാനൊന്നും ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ടേപ്പൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് അടുത്ത വർക്ക് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ കണ്ടോ, ഇപ്പോൾ ഈ ഗ്ലിറ്റർ നമ്മൾ ഈ പേപ്പറിൽ ഇട്ട കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വളരെ ഈസിയാണ് കണ്ടോ. അതുപോലെ തന്നെ ഈ റിബണിലുള്ള ഈ ഗ്ലിറ്റർ നമ്മൾ എടുത്ത് വെക്കുക. നമുക്ക് അടുത്ത ദിവസം അത് വെച്ചിട്ട് ഒരു ആർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വെറുതെ ഗ്ലിറ്റർ കളയണ്ടല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ബോട്ടിൽ നോക്കാം. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് വാർണിഷ് പോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ, നമ്മൾ ആ ബോട്ടിലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ പ്രശ്നം കാരണം, സ്റ്റിക്കറിൻ്റെ ഷേപ്പ് കാരണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ച് നമ്മൾ നന്നായി ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിതിങ്ങനെ തുടച്ച് കളയണം. അപ്പോൾ അതാ ഇത്രയായിട്ടാണ് നമ്മുടെ ബോട്ടിൽ. നമുക്ക് വേണമെങ്കിൽ വെള്ളവും ഗ്ലൂവും കൂടെ ആക്കിയിട്ട് ഇതിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടിയോളൂ കേട്ടോ. ഇനി നമ്മുടെ ബോട്ടിലിനെ കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫ്ലവേഴ്സോ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. നമ്മളുടെ കുറേ കൊച്ചു കൂട്ടുകാരുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പലർക്കും അറിയുന്ന ബോട്ടിലായിട്ടായിരിക്കും. അപ്പോൾ കൊച്ചു പിള്ളേർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്ലിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഗ്ലിറ്റർ വീട്ടിൽ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഗ്ലിറ്റർ ഇല്ലാത്തവർക്കും സ്വന്തമായിട്ട് ഗ്ലിറ്റർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബോട്ടിലായിട്ട് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്ലിറ്ററും പെയിൻറ്റും ഒക്കെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടും വളരെ കുഞ്ഞിതായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.